ഹായ് ഗൈസ്, നമ്മുടെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ യൂസ് ചെയ്യുന്ന എല്ലാവരും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഓഡിയോ ക്ലാരിറ്റി ഇല്ല, പവർ ഔട്ട്പുട്ട് വളരെ കുറവാണെന്ന്. അപ്പോൾ അതിനൊരു സൊല്യൂഷനായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ ഇതാണ് അതിനുള്ള സൊല്യൂഷൻ. സാപ്കോ ബ്രാൻഡിൽ വരുന്ന ആൻഡ്രോയിഡ് പവർ ആംപ്ലിഫയർ യൂണിറ്റാണ് ഇത്. ഇത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രശ്നം മാറിക്കിട്ടുവാണ്. ഇത് വെക്കാൻ വേണ്ടി അഡീഷണൽ നമ്മൾ സ്ഥലമൊന്നും കണ്ടെത്തേണ്ട കാര്യമില്ല. ഇത് ചെറിയൊരു യൂണിറ്റാണ്, എന്നെങ്കിൽ പവർഫുള്ളാണ്. ഒരു ചാനൽ 70 വാട്ട്സ് വെച്ച് ഔട്ട്പുട്ടുണ്ട്, 3 ബാൻഡ് ഈക്വലൈസറുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഓഡിയോ ഔട്ട്പുട്ട് കിട്ടുന്ന ഒരു ആംപ്ലിഫയറാണിത്. ഇതിന് തന്നെ വേറൊരു മോഡലുണ്ട്, സാപ്കോയുടെ അല്ല, വേറൊരു ബ്രാൻഡുണ്ട്. പക്ഷേ കുറച്ചും കുറഞ്ഞ മോഡലാണ്. അതിന് ഏകദേശം 35 വാട്ട്സാണ് ഔട്ട്പുട്ട് വരുന്നത്. ആൻഡ്രോയിഡ് സ്റ്റീരിയോ ഔട്ട്പുട്ട് ഏകദേശം 20 വാട്ട്സ് മുതൽ ആണ് വരുന്നത്. അപ്പം നമ്മൾ ഈ ആംപ്ലിഫയർ വെച്ച് നല്ലൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ സാപ്കോയുടെ ഓണേഴ്സ് മാനുവൽ, ഇതാണ് നമ്മുടെ ആമ്പ്. പിന്നെ അതുകൂടാതെ തന്നെ ഇതിൻ്റെ വയറിംഗ് കിറ്റ്, ഇത് മൗണ്ട് ചെയ്യാനുള്ള സ്ക്രൂ, ഇത്രയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. പിന്നെ ഇത് 1 ഇയർ വാറൻ്റി ഉള്ള പ്രോഡക്റ്റാണ്. ഇതാണ് വാറൻ്റി കാർഡ്. ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ. ഫുൾ അലൂമിനിയം ബിൽഡാണ് സാധനം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. നമുക്ക് വേറെ ഒന്നും അഡീഷണൽ വയറിങ്ങോ കാര്യങ്ങളൊന്നും വേണ്ട. ആൻഡ്രോയിഡ് നിലവിലുള്ള വയറിങ് തന്നെ മതി. ഇതിൽ തന്നെ ഔട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിപ്പോൾ നിലവിലുള്ള നമ്മുടെ സ്റ്റീരിയോയുടെ ഔട്ട്പുട്ട് നോക്കാം. ഇതിപ്പം അൺപ്ലഗിൻ്റെ ഒരു 2 വർഷം മുമ്പുള്ള മോഡലാണ്. അത്യാവശ്യം നല്ലൊരു മോഡലാണിത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്പുട്ട് കുറവാണെന്നൊരു തോന്നൽ. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. നമുക്കിത് ഇന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തുമാത്രം മാറ്റം വന്നിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. ഗൈസ്, നമ്മുടെ ആമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ നേരെ സ്റ്റീരിയോയുടെ ബാക്കിലായിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. ആമ്പ് സെറ്റ് കഴിഞ്ഞുള്ള പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കുക. അതുകൊണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് 1.5 വോളിയം വെച്ചിട്ടുള്ളൂ. സബ് ഞാൻ കട്ട് ചെയ്യാൻ പോണം. സബ് ഞാൻ കട്ട് ചെയ്തു. നിങ്ങൾക്ക് വേറൊരു കാര്യം കൂടെ ഞാൻ കാണിച്ചുതരാം. ഈക്വലൈസർ കൊണ്ട് ഞാൻ ഏറ്റവും ലോയിൽ ഇട്ടേക്കുവാണ്. ട്രിബിൾ മാത്രമേ കൂട്ടിയിട്ടുള്ളൂ. ട്രിബിളും ഞാൻ ഇപ്പം കുറയ്ക്കാം. ഏറ്റവും ലോയിൽ ഇട്ടേക്കുവാണ്. എന്നിട്ടാണ് ഞങ്ങൾ ഈ ജസ്റ്റ് ഇത് ഈ ഇത് കേൾക്കുന്നത്. സബ് ഓഫാണ്. മിനിമത്തെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ജസ്റ്റ് വണ്ടിയുടെ സ്പീക്കറെ മാത്രമേ കേൾക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുപോലുള്ള ഈ ആപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഓഡിയോനായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഞങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ ഇതിൻ്റെ ഒരു വില വരുന്നതെന്ന് വെച്ചാൽ ഒരു 6500 രൂപ മുതൽ താഴോട്ടുള്ള 2-3 മോഡൽ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പ്രത്യേകം പറയുകയാണ്, നമ്മുടെ വണ്ടിയുടെ സ്പീക്കർ ക്വാളിറ്റി കുറവാണെങ്കിൽ ആ സ്പീക്കറും കൂടെ അപ്ഗ്രേഡ് ചെയ്തതിൻ്റെ കൂടെ നല്ലതായിരിക്കും. കാര്യം വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ കമ്പനി വരുന്ന സ്പീക്കർ എപ്പോഴും അവരുടെ ആ സെറ്റിന് കോമ്പാക്റ്റബിളായിട്ടുള്ള സ്പീക്കറായിരിക്കും വരുന്നത്. നമ്മുടെ ഇത് വെക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പവർ അപ്ഗ്രേഡ് ചെയ്യണം നമ്മൾ ചെയ്യുന്നത്. അപ്പോഴേക്കും തൽക്കാലം നിങ്ങൾക്ക് ബഡ്ജറ്റ് ഇല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്യണമെന്നില്ല, എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത്രയും ബെറ്റർ ആയിരിക്കും.